എന്തിന് ഇങ്ങനൊരു വണ്ടി? എം ജി കോമറ്റ്. ഇത്രയും വില കൊടുത്ത് എന്തിന് ഈ വണ്ടി മേടിക്കണം? അതും ഒരെണ്ണം മേടിച്ചത് പോട്ടെ, എന്തിന് രണ്ടെണ്ണം മേടിക്കണം? അപ്പോൾ കോമറ്റ് എടുക്കാൻ നിൽക്കുന്നവർക്കും ഈ വാഹനത്തിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും ഇതിലും ബെസ്റ്റ് റിവ്യൂ യൂട്യൂബിൽ വേറെ തരാനില്ല. അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഒരു മാസത്തോളം നമ്മൾ തലപോലൊക്കെ ആലോചിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഏകദേശം കൃത്യം ഒരു മാസം നമ്മൾ ഈ വാഹനം ഉപയോഗിച്ച് ഏകദേശം 3000 കിലോമീറ്റർ അടുപ്പിച്ചാകുമ്പോൾ ഈ വാഹനമാകട്ടെ ഏകദേശം 6000 കിലോമീറ്റർ അടുപ്പിച്ചാകാൻ പോകണം. അപ്പോൾ കോമറ്റിനെ പറ്റി ഇതിലും ഇൻഡെപ്തായിട്ട് ആരും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത്രയും പൈസ മുടക്കി നമ്മൾ ഈ വാഹനം എടുത്തതിന് ഇതിലും ബെസ്റ്റായിട്ട് ആർക്കും റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പോരായ്മകളും ഗുണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കിടിലം ഇൻഡെപ്ത് യൂസർ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഫുൾ കോൺഫിഡൻസോട് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ കോമറ്റ് എടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇവൻ്റെ ഈ ഒരു കൺവീനിയൻസും ഈ ഒരു കോമ്പാക്റ്റിബിലിറ്റി, ഈ ഒരു പ്രാക്ടിക്കാലിറ്റി ഒന്നും മറ്റൊരു വാഹനത്തിന് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോമറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റൊരു വാഹനം ഇല്ല. പുറം രാജ്യത്തൊക്കെ പണ്ടത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് അവരുടെ കെ കാർസ് എന്നുള്ള മോഡൽസൊക്കെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ചെറിയ വാഹനങ്ങളോട് എപ്പോഴും ഒരു പുച്ഛ മനോഭാവമാണ്. ഇപ്പോൾ ഈ വാഹനം തന്നെ ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് എന്നുള്ള ഒരു ഡിസൈൻ തീമാണ് കമ്പനി ഫോളോ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കാറാണ്. പക്ഷെ എൻ്റെ വീട്ടിലെ അച്ഛന് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കൂടി അമ്മയ്ക്ക് ഈ വണ്ടി കാണുന്നത് കലിപ്പാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള കൺസെപ്റ്റിലൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് പല കൺസെപ്റ്റാണ്. ഇത് ഒറ്റടി നമുക്ക് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു ഡിസൈൻ തീം അല്ല കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഫോറിൻ രാജ്യത്തൊക്കെ നോക്കുവാണെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ ഇതുപോലുള്ള കാർസൊക്കെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസൊക്കെ മീറ്റ് ചെയ്ത് വരാൻ പറ്റിയ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കറങ്ങി നടക്കാൻ പറ്റും. ഡെയിലി ഓഫീസിൽ പോയിട്ട് വരിക, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് പല സ്ഥലത്ത് പല സൈറ്റിലൊക്കെ പോവുക, അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ്. ഒരു 75% നമ്മളൊരു കാർ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാക്സിമം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമേ കാർ ഉപയോഗിക്കുന്നുള്ളൂ, ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ കാർ എടുക്കത്തുള്ളൂ, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയല്ല ഇത്. നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഒരു സെക്കൻഡറി കാർ എന്നുള്ള രീതിയിൽ ഇവനെ പരിഗണിക്കാം. അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് ഒക്കെ പോകണം, ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വാഹനത്തിനെ തീർച്ചയായിട്ടും ആശ്രയിക്കേണ്ടി വരും. ഇത് സിറ്റി പർപ്പസിനുള്ളൊരു വാഹനമാണ്. 180 തൊട്ട് 200 കിലോമീറ്റർ വരെ റിയൽ ലൈഫിൽ റേഞ്ച് തരുന്ന ഒരു ഇലക്ട്രിക് കാറാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഇവൻ എക്കണോമിക്കലാണെന്നുള്ള കാര്യമാണ് മെയിനായിട്ടും നമ്മളിതിലോട്ട് ആകർഷിച്ചത്. കാരണം ഒറ്റ ചാർജ് ഏകദേശം 140 രൂപയുടെ കാറിനുണ്ടെങ്കിൽ ഇവനിൽ നമുക്ക് 200 കിലോമീറ്റർ ഓടാം. അപ്പോൾ 1 കിലോമീറ്റർ ഓടാൻ 1 രൂപ പോലും ചിലവ് വരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു സ്കൂട്ടർ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ തന്നെ 1 കിലോമീറ്റർ ഓടാൻ 3 രൂപയ്ക്ക് മുകളിലാണ് റണ്ണിങ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ എന്താണ് പ്രശ്നം? വെയിൽ കൊള്ളണം, മഴ കൊള്ളണം, 2 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ, 2 വീലേ ഉള്ളതുകൊണ്ട് തന്നെ സേഫ്റ്റിയിലൊന്നും യാതൊരു ഇതുമില്ല. ഇത് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. ABS വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, പിന്നെ എന്താണ് 4 വീലാണ് പ്രധാനമായിട്ടും. വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, ചെറിയ പാട്ടൊക്കെ വെച്ച് AC ഒക്കെ ഇട്ട് സുഖമായിട്ട് കറങ്ങി നടക്കാം. അതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. നമ്മൾ ഡെയിലി മിനിമം ഒരു 50 കിലോമീറ്റർ, മാക്സിമം ഒരു 100 കിലോമീറ്റർ വരെയൊക്കെ ഓട്ടം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. നമ്മൾ ഡെയിലി നിൽക്കണം, ഇപ്പം 3 പോയൊന്നും അല്ല നമ്മുടെ പണി. അത്യാവശ്യം പണിയുള്ളവരൊക്കെ ഡെയിലി ഓഫീസിൽ പോയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പർപ്പസൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ടൗണിൽ കിടന്ന് കറങ്ങുക, ഇപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനൊക്കെ ആയിട്ട് പല പല സൈറ്റിൽ പോവുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇതിലും പറ്റിയൊരു വാഹനം വേറെ ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതേ പ്രൈസിങ്ങിൽ തന്നെ 5 ഡോറുള്ള ഒരു പ്രോപ്പർ കാറിൻ്റെ ലുക്കുള്ള പക്ക പ്രാക്ടിക്കലായിട്ടുള്ള ടിയാഗോ EV കിട്ടത്തില്ല. ടാറ്റയോട് എനിക്ക് പേഴ്സണലി ഒരു വിശ്വാസക്കുറവുണ്ട്. അതാണ് മെയിനായിട്ടുള്ള റീസൺ ടിയാഗോ എടുക്കാൻ. പിന്നെ അതൊരു പെട്രോൾ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന ഒരു വാഹനത്തിനെ പിടിച്ച് ഇലക്ട്രിക് ആക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പ്യുവർ ഇലക്ട്രിക് കാറാണ്. ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു 3 ഡോർ വാഹനം. എനിക്കപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ഈ ഒരു 3 ഡോർ വളരെ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് പ്രാക്ടിക്കൽ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 4 സീറ്ററാണ് ഈ വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ 4 പേര് ഇരിക്കുമ്പോൾ ഫ്രണ്ടിലെ കോ ഡ്രൈവർ ഒന്ന് സഹകരിച്ചാൽ മാത്രമേ ബാക്കിലിരിക്കുന്ന ആൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്ക് ഗ്ലാസ് കാത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലസ്ട്രോഫോബിക് എഫക്റ്റ് ഒക്കെ നമുക്ക് ഇന്റീരിയർ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. പിന്നെ ഒരു തരത്തിലും കംഫർട്ട് ലഭിക്കാത്ത ഒരു അലമ്പ് സീറ്റ് എന്നാണ് പറയുന്നത്. ഒരു സപ്പോർട്ടും ഇല്ല, തൈ സപ്പോർട്ടും ഇല്ല, സൈഡ് ബോൾസ്റ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അനുഭവപ്പെടും. ഇനി ഇത് സിറ്റി കാറാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച ഈ വണ്ടിയിൽ നമ്മളൊന്ന് വാഗമൺ പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഹെഡ് ടേണറാണെന്നുള്ള കാര്യമാണ്. അവിടെയൊക്കെ കൊണ്ടുചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു കൗതുക വസ്തുവാണ്. ഇത് തന്നെ പെട്രോളാണ്, ഡീസലാണ്, ഇലക്ട്രിക് ആണ്, എന്നാണ് സംഭവം എന്താണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ആണ്. അപ്പോൾ ഒരു ഒറ്റ ചാർജ് എത്ര ഓടും, പിന്നെ ഇത് ഒന്ന് തുറന്ന് കണ്ടോട്ടെ, ഇതിനകത്ത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഡോറ് തുറന്നു വളരെ വിശാലമായിട്ടുള്ള ഡോർ ഓപ്പണിംഗ് ആണ്. ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ വൈഡായിട്ട് തന്നെ ഡോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ലാവിഷായിട്ടുള്ള സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പം ആൾക്കാർ പറയും പുറത്ത് നിന്ന് കാണുമ്പോൾ ഇത്രയും സ്പേസ് അകത്തുണ്ടോ എന്ന് ഫീൽ ചെയ്യത്തില്ല, ഇത് നല്ല സ്ഥലമുണ്ടല്ല എന്നാലും ചോദിക്കും. അതാണ് നമ്മൾ പറയുന്നത്, അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇത്രയൊക്കെ
ഞാൻ പറഞ്ഞില്ലേ, ധാരാളം പ്രത്യേകതകളുണ്ട്, ധാരാളം പോസിറ്റീവ് ഉണ്ട്. കോമറ്റിനെ കൊണ്ട് നടക്കുന്ന പല കാര്യമുണ്ട്, പക്ഷേ ഇവനെ കൊണ്ട് നടക്കാത്ത പല കാര്യമുണ്ട്. പോസിറ്റീവിനേലും കൂടുതൽ നെഗറ്റീവുള്ളൊരു വാഹനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക്കലാണ്. ഇപ്പം നമ്മൾ ശരാശരി നമ്മളൊരു പെട്രോൾ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് EMI കൂടാതെ തന്നെ ഒരു 10,000 രൂപ അഡീഷണൽ നമുക്ക് ഫ്യുവൽ കോസ്റ്റ് വരും. ഇപ്പം ഇതിൻ്റെ EMI നമുക്ക് 8,000 രൂപ 8,000 രൂപ നമുക്ക് EMI വരുന്നുള്ളൂ. അപ്പം നമ്മൾ പമ്പിൽ കൊടുക്കുന്നതിലും കുറച്ച് കാശ് മതി ഇതിൻ്റെ EMI അടയ്ക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക, പമ്പിൽ കൊടുത്തുകൊണ്ടിരുന്ന കാശ് അത് നമ്മൾ ബാങ്കിൽ കൊടുക്കുന്നത് അതേ വ്യത്യാസമുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഒരു 8 ലക്ഷം രൂപ മുടക്കി ഒരു കാറ് മേടിക്കുന്നതായിട്ടല്ല നമ്മൾ കൂട്ടിയിരിക്കുന്നത്. നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നതായിട്ട് ഒരു കാറ് മേടിക്കുക, ബാക്കി പൈസയ്ക്ക് ഫ്യുവൽ അടിക്കുന്ന പോലെ കൂട്ടി വെച്ചാൽ മതി. 8 വർഷം കഴിഞ്ഞ് ഈ വണ്ടി പൊളിക്കാൻ കൊടുത്താലും നമുക്ക് ബോണസാണ്. ഏത് എക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പം അങ്ങനെ ചിന്തിക്കാൻ മാത്രം, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വെറുതെ ആണെങ്കിൽ ഒരു കോമറ്റ് മേടിച്ച് ഇട്ട് പോവും. അതിന് ഉദാഹരണമാണ് ഈ ഒരു 2 കോമറ്റ്. വെറുതെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചാണ്, അവസാനം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വണ്ടി എടുത്തൊരു സിറ്റുവേഷനിലോട്ട് മാറുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എങ്കിൽ എത്രത്തോളം കോംപ്രമൈസ് ചെയ്താൽ അത്രത്തോളം നിങ്ങൾക്ക് ലാഭകരമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചൂടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടിനകത്തിരിക്കും. ഇതൊക്കെ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ നമ്മൾ ഒരു റെയിൽവേ ക്രോസിൽ നമുക്കൊരു അട കിട്ടിയവരെ നമ്മൾ അവിടെ ഓഫ് ചെയ്ത് കളയും. സിഗ്നലിൽ കിടക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കളയും, കാരണം ഫ്യുവൽ അടിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇപ്പം കറന്റ് യൂസ് ചെയ്യുന്നത് പോളോ GT ആണ്. പെട്രോൾ കുടിയെന്ന് വെച്ചാൽ അതുപോലൊരു കുടിയനെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. അപ്പം അത്രയും ഫ്യുവൽ കൺസപ്ഷൻ ഉള്ളൊരു വാഹനം നമ്മൾ എടുത്ത ഒരു 1000 രൂപയ്ക്കെങ്കിലും മിനിമം പെട്രോൾ അടിക്കണം എന്നുള്ള മടി കൊണ്ട് നമ്മൾ അതുവരെ മാറ്റിയിട്ടിട്ട് ഇപ്പോൾ ഫുൾ ടൈം കോമറ്റിലാണ് നടക്കുന്നത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം ലോങ് പോകണമെങ്കിൽ മാത്രമേ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിനെ ഇപ്പോൾ നിലവിൽ ആശ്രയിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഡീസലും പെട്രോളും നമുക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം അതിൽ എന്തിന് പെട്രോൾ അടിച്ച് കാശ് കളയും, നമുക്ക് ഇതിൽ തന്നെ പോയാൽ പോരെ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് നമ്മളിപ്പോൾ മാറി തുടങ്ങി. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിസ്റ്റ് ഇലക്ട്രിക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഓലയാണ് ഇതിനൊക്കെ പ്രയോജനം. ഒരു 1.5 വർഷം മുമ്പ് നമ്മളൊരു ഓല ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചത്. അപ്പോഴാണ് നമുക്കൊരു ഇലക്ട്രിക് വാഹനം ഇത്രത്തോളം ലാഭകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ആ ഒരു ലാഭമൊക്കെ നമ്മൾ കണക്കൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവനെ എടുത്തത്. എത്ര നാരമായിട്ടുള്ള വഴിയും പോകാം, സിറ്റിയിൽ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഇട്ട് തിരിച്ചുകൊണ്ട് പോകാം. ഇത്രയും ടേണിംഗ് റേഡിയസ് കുറഞ്ഞൊരു വാഹനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഇവൻ്റെ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുള്ള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവൻ്റെ നെഗറ്റീവ് വശങ്ങൾ അല്ല ഇതിൻ്റെ ഡ്രോബാക്സിലോട്ട് കിടക്കാം. പ്രധാനപ്പെട്ട നെഗറ്റീവ് ടയർ സൈസ് തന്നെയാണ്. 12 ഇഞ്ച് ടയർ സൈസാണ്. എനിക്ക് തോന്നുന്നു സ്കൂട്ടറിനൊക്കെ വരുന്ന ഇപ്പോൾ ഈ ഒരു ടയർ സൈസാണെന്ന് തോന്നുന്നു. അത്രയും ചെറിയ ടയറാണ്, വളരെ നാരോ ആയിട്ടുള്ള. വാഹനത്തിൻ്റെ വലിപ്പത്തിന് ഇത് പോരെ എന്നൊക്കെ ചോദിച്ചാലും ഒരു പൊടിക്കൂടി ഒരു 13 ഇഞ്ച് ടയറും കുറച്ച് പ്രൊഫൈലും കുറച്ചുകൂടി വൈഡറായിട്ടുള്ള ടയർ കൊടുക്കായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇത്രയും ചെറിയ ടയർ ആയതുകൊണ്ട് ഒരു കല്ലേ കയറിയവരെ നമുക്ക് അകത്ത് ഫീൽ ചെയ്യും. അത്രത്തോളം യാത്രാസുഖം കുറഞ്ഞൊരു വാഹനം കൂടിയാണ് കോമറ്റ്. കാരണം ബോഡി റോളുണ്ട്, തെറിപ്പുണ്ട്, ചാട്ടമുണ്ട്, ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. നമുക്ക് സുഖം ഉണ്ടെന്നുള്ള, അല്ലെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വണ്ടി റോഡിൽ കയറി ഒഴുകിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയും നല്ല റോഡിൽ നല്ല റബ്ബറൈസ്ഡ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഹൈവേ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിലവിടെയൊക്കെ കൂടി ഓടുമ്പോൾ നല്ല യാത്രാ സുഖമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ മോശം വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ എടുത്തിട്ടടിക്കും എന്നാണ് പറയാനുള്ളത്. അത് പ്രധാനപ്പെട്ടൊരു പോരായ്മ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഡോർ ഓപ്പണിംഗ് ആണ്. ഫ്രണ്ടിലെ 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആണ്, കയറാനും ഇറങ്ങാനും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണിക്കാം. അതെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു രീതിയിലാണ്. നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. വൈഡറായിട്ടുള്ള ഡോർ ആയതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും ഒക്കെ അത്യാവശ്യം സുഖമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം കണ്ട, തൈ സപ്പോർട്ട് തീരെയില്ല. സാധാരണ ഈ പറഞ്ഞ വാഹനങ്ങളിലൊക്കെ ഇവിടെ തൈ സപ്പോർട്ട് കുറച്ച് കൂട്ടുമ്പോൾ ഇവർ മാക്സിമം കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഉരുട്ടിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് കുറവാണ്. സ്പേസ് ഉണ്ട്, ആ കാര്യത്തിൽ കുഴപ്പമില്ല, പക്ഷേ തൈ സപ്പോർട്ട് തീരെയില്ല. പിന്നെ നിങ്ങൾ ഈ സീറ്റിൻ്റെ വിട്ടെന്ന് നോക്കി, ഇത്രയേ ഉള്ളൂ ആകെ വിടുത്ത്. അതുകൊണ്ട് തന്നെ ഒരു കുഷ്യൻ ഫീൽ, ഒരു സീറ്റിൻ്റെ പുറത്ത് കയറിയാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ളൊരു ഫീലില്ല. ഈ ഒരു കസേര ഇട്ട് ഒന്ന് കയറി ഇരുന്നോളാൻ പറഞ്ഞ ആ ഒരു ഫീലേ ഉള്ളൂ. അല്ലാതെ ഒരു സീറ്റിൻ്റെ ഒരു കുഷ്യൻ കംഫർട്ടോ സൈഡ് ബോൾസ്റ്റേഴ്സോ തൈ സപ്പോർട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒന്നും നമുക്കൊരു ടച്ചിങ് ഇല്ല. വാഹനമായിട്ടൊരു ബന്ധമില്ലാത്ത പോലുള്ള ഇരിപ്പാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് കസ്റ്റമൈസ് ചെയ്യണം. അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റ്, നല്ല ബോൾസ്റ്റേഴ്സ് ഒക്കെ ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല കോസ്റ്റും വരുന്നുണ്ടെന്ന കാര്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഡോറൊക്കെ ഭയങ്കര ഹെവിയാണ്. നിങ്ങൾ ഈ വാഹനത്തിന് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് ചോദിക്കുന്നവരോട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കമ്പനി വരുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് കോമറ്റ്. പിന്നെ പ്രധാനപ്പെട്ടൊരു നെഗറ്റീവ് എന്താ, സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടി വേണം നമ്മൾ ഇന്റീരിയറിലോട്ട് പ്രവേശിക്കാൻ. അങ്ങനെ കയറി ഇരുന്ന് കഴിയുമ്പോൾ എന്താ, ഒട്ടും തൈ സപ്പോർട്ടില്ല. ഇവിടെ ബാറ്ററി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലോർ കുറച്ച് ഹൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. കണ്ടാ, ഈ ഒരു തരത്തിലാണ്. പക്ഷേ സ്പേസിൽ കുറവില്ല,
ഹെഡ് സ്പേസിലും യാതൊരു കുറവുമില്ല. ലെഗ് സ്പേസും ഹെഡ് സ്പേസും ആവശ്യമുണ്ട്, പക്ഷേ തൈ സപ്പോർട്ട് ഇല്ല. വലിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റൊന്നും അല്ല ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്താൽ പരിഹരിക്കാം ഒരു പരിധി വരെ. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ ആണെങ്കിൽ ഈ ഒരു തരത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. 4 പേര് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ചെയ്ത് ഇറങ്ങണമെങ്കിൽ ഫ്രണ്ട് കോ ഡ്രൈവർ ഒന്നെങ്കിൽ ഇറങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് സീറ്റ് തള്ളി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ. അതാണ് 3 ഡോർ വാഹനങ്ങളുടെ ഒരു നെഗറ്റീവ്. വേറൊരു കാര്യമുണ്ട്, 10-20 ലക്ഷം രൂപ മുടക്കി നമ്മൾ താറ് മേടിച്ചാലും ഇതൊക്കെ തന്നെ ഗതി. അപ്പം താറിനെ കുറ്റം പറയാൻ നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 3 ദിവസം 500 കിലോമീറ്റർ താറ് ഓടിച്ചാണ്. അപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയാണ് അനുഭവിച്ചത്. ബൂട്ട് സ്പേസ് ഇല്ല, ബാക്കിൽ കയറാൻ പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതാകുമ്പോൾ ഫ്ലോറ് താന്നായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കാലെടുത്ത് വെച്ച് കയറാം. താറങ്ങ് ഗ്രൗണ്ട് ക്ലിയറൻസ് പൊക്കി വെച്ചുകൊണ്ട് തന്നെ ചാടി അകത്തോട്ട് കയറാം. നമ്മൾ വണ്ടർലയിലൊക്കെ പോയ ഫീലാണ് താറിൻ്റെ റിയർ സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് അത്രയൊന്നും ഇല്ല. പിന്നെ ഈ ഒരു വിലയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിലയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യുവൽ കോസ്റ്റും ഇതിൻ്റെ EMI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ EMI തന്നെയാണ് ലാഭം എന്നുള്ളതുകൊണ്ട് തന്നെ വണ്ടിയെ അധികം കുറ്റം പറയുന്നത് ശരിയായ നിലപാടല്ല. ഇനി വേറൊരു നെഗറ്റീവിലോട്ട് കിടക്കാം, ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് നമുക്കൊന്ന് നോക്കാം. ഇത്രയും വലിയ ബൂട്ട് ലിഡൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും ഒരു സ്പേസ് പ്രതീക്ഷിക്കും. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും കൊടയാണ്. പിന്നെ കമ്പനി നമുക്ക് പഞ്ചർ കിറ്റ് തരുന്നുണ്ട്. അങ്ങനെ പഞ്ചർ കിറ്റ് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. സ്പെയർ ടയർ ഈ വാഹനത്തിന് വരുന്നില്ല. ചെറിയ ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ 2 പേരെ യാത്ര ചെയ്യുന്നുള്ളെങ്കിൽ ഞെട്ടരുത് കേട്ടത്. 50-50 ആയിട്ട് ഇവനെ സ്പെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലാവിഷ് ലഗേജ് സ്പേസ് ആണ്. ട്രോളി ബാഗോ എന്ത് കാര്യങ്ങളും വെക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ഒന്ന് എയർപോർട്ടിൽ വിടണമെങ്കിൽ അത്യാവശ്യം നല്ല ലഗേജും കയറ്റി ഒരു ഡ്രൈവറും കോ ഡ്രൈവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യും. ഇനി അതല്ല നിങ്ങൾ 3 പേരെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ അത്യാവശ്യം പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ഒരു സീറ്റ് നിവർത്തി വെക്കുക, ഒരെണ്ണം ഫോൾഡ് ചെയ്തിടുക, അത്യാവശ്യം കാര്യങ്ങൾ നടന്നു. പിന്നെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതിന് മറ്റേ ആ ഗിയർ സിസ്റ്റം ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ലാവിഷ് സ്പേസ് ആണ്. സെൻട്രൽ ടണലും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് നടുഭാഗത്തായിട്ട് അത്യാവശ്യം ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് പോകും. എന്തായാലും 2 വണ്ടിയും കിടപ്പുണ്ട്. പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്. ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. 2 അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഈ 2 വണ്ടിയും തമ്മിൽ മാറിപ്പോയിരിക്കും. 2 ഒരേ വേരിയൻ്റാണ്. ഞാൻ പറഞ്ഞില്ല, വേരിയൻ്റ് വൈസ് ഞാൻ പറഞ്ഞില്ല. 2024 കോമറ്റ് വരുന്നത് എക്സിക്യൂട്ടീവ്, എക്സൈറ്റ്, എക്സ്ക്ലൂസീവ് എന്ന 3 വേരിയൻ്റാണ്. ഈ 2 വാഹനവും എക്സിക്യൂട്ടീവ് എന്ന വേരിയൻ്റാണ്. ഇതിന് നമുക്ക് ഒറ്റ കളർ ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ, വൈറ്റ് മാത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്ന് കളർ മാറ്റി പിടിക്കാൻ പോലും സാധിച്ചില്ല. കമ്പനിയോട് കാണിക്കുന്ന വെറും, ഞാൻ പറയുന്നില്ല, ഒന്നും പറഞ്ഞാൽ കൂടിപ്പോവും, അത്രയും മോശപ്പെട്ട ഒരു കാര്യമാണ് കാണിക്കുന്നത്. കാരണം എല്ലാ വേരിയൻസിലും എല്ലാ കളറും പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഈ വൈറ്റിന് വരെ ഒരു ബ്ലാക്കോ ഈ വൈറ്റിന് വരെ ഒരു ഗ്രേയോ ഒക്കെ ഇവിടെ കിടന്നേനെ നമുക്ക് ചെറിയൊരു മാറ്റമെങ്കിലും ഫീൽ ചെയ്തേനെ. ഇനി നമ്മളായിട്ടൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് മറുകുള്ളവൻ എൻ്റെ വണ്ടി, മറുകില്ലാത്തവൻ നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വണ്ടി. ഇപ്പം മോറിസ് ഗാരേജ് അല്ലെങ്കിൽ മാർ ഗ്രിഗോറിയസ് നമ്മൾ പഠിക്കുന്ന കോളേജാണ്, അതുമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ വേർതിരിവ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഈ വണ്ടിയായിട്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എല്ലാ വേരിയൻറ്റും എല്ലാ കളർ ഓപ്ഷനും കൊടുക്കും. ഇതുവരെ എനിക്കറിയത്തില്ല വേറെ ബ്രാൻഡ്സിൻ്റെയൊക്കെ വണ്ടി ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന കളർ ബേസ് മോഡലിലും കിട്ടും, ബേസ് മോഡലിൽ കിട്ടുന്ന കളർ ഫുൾ ഓപ്ഷനിലും കിട്ടും. അങ്ങനെ കൊടുക്കണം. കാരണം ആൾക്കാർക്ക് അവർക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്താൽ മാത്രമേ അവർ അതിലോട്ട് വീഴത്തുള്ളൂ. ഇപ്പോൾ വൈറ്റ് തീരെ ഇഷ്ടമില്ലാത്തവർ കാണും, വൈറ്റ് ഇഷ്ടമുള്ളവർ കാണും. എങ്കിലും എല്ലാ കളറും എല്ലാ ഓപ്ഷനിലുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കമ്പനി ഇനിയെങ്കിലും എല്ലാ വേരിയൻസിലും എല്ലാ കളറും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എന്തായാലും എടുത്തു പോയി, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നമുക്ക് ആ ബോണറ്റ് ഒന്ന് കണ്ടേക്കാം. അതിന് മുമ്പായിട്ട് MGD ഒരു ലോഗോ ഇലിമിനേറ്റ് ചെയ്യും. വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് വീട്ടിലൊരു ചാർജിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വന്ന് സെറ്റ് ചെയ്തൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ. ഇവിടെ നമുക്ക് ആ ചാർജിങ് സോക്കറ്റ് കാണാം. ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് ഇപ്പോൾ കാണിക്കാം നിങ്ങളെ ജസ്റ്റ് ഒന്ന്. പിന്നെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ലിവറുണ്ട്, കണ്ട ലോകത്തെ ഏറ്റവും ചെറിയ ബോണറ്റാണ് ഞാനിപ്പോൾ പൊക്കി കൈ പിടിച്ചിരിക്കുന്നത്. ഇതും അത്യാവശ്യം ഹെവിയാണ്. നമ്മൾ മാരുതി വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് വരുമ്പം ഏതൊരു ബൂട്ട് തുറന്നാലും ഫുഡ് തുറന്നാലും സൈഡ് ഡോർ തുറക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഹെവി ഫീൽ തീർച്ചയായിട്ടും ലഭിക്കും. ഇവിടെ നമുക്ക് വൈപ്പർ വാഷർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, AC ഗ്യാസ് ഫിൽ ചെയ്യാനുള്ള സംഭവം. പിന്നെ ഒരു നോർമൽ വാഹനങ്ങളിൽ കാണുന്ന പോലെ ഒരു ബാറ്ററി അവിടെ കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ലൈറ്റും ഹോണും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശത്തിനെ പറ്റി പറയാനുള്ളത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതും ക്ലോസ് ആയും ചെയ്തു. ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റി ടാറ്റ ഒന്നും ഇതിൻ്റെ പരിസരത്ത് പിടിക്കത്തില്ലെന്നാണ് പറയുന്നത്. ടിയാഗോ എടുക്കാതിരിക്കാനുള്ള മറ്റൊരു റീസൺ കൂടി അതായിരുന്നു. കാരണം MGയുടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി, വാഹനം ചെറുതാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പ്രീമിയം ലക്ഷറി ഫീൽ വിടാതെയാണ് ഓരോ പ്ലാസ്റ്റിക് പാർട്സ് ആണെങ്കിലും പാനൽ ഗ്യാപ്പ് ആയാലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും കമ്പനി നൽകിയിരിക്കുന്നത്. അതും നമ്മൾ ഇതെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി സംസാരിക്കും. അപ്പോൾ നമ്മൾ MG കോമറ്റിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ബേസ് മോഡൽ ഇൻറ്റീരിയർ. ഒരു സ്പീഡോമീറ്റർ പ്ലസ് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് അതിൽ FM, AM, ബ്ലൂടൂത്ത് തുടങ്ങിയ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാം. ചെക്ക് ടയർ പ്രഷർ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ടയർ പ്രഷർ മോണിറ്ററിങ് വരുന്നുണ്ട്, എത്ര ശതമാനം ചാർജ് ഉണ്ട്, എന്ത് റേഞ്ച് വരും തുടങ്ങിയ കാര്യങ്ങൾ കാണാം. ഓഡോമീറ്റർ കാണാം.
AC കൺട്രോൾസും കാണാം. നമുക്ക് AC ഫാനിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ ടോപ്പ് സ്പീഡ് വരുന്നത് 9 വരെ ഫാൻ സ്പീഡുണ്ട്. നമുക്ക് അതിൻ്റെ കൺട്രോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂളർ AC ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. നോർമൽ മോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. എക്കോ മോഡിലാണ്. നോർമൽ, സ്പോർട്സ് എന്ന ഡ്രൈവ് മോഡ്സും ഉണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ മീഡിയ കൺട്രോൾ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നമ്മുടെ ടയർ പ്രഷറിൻ്റെ കൺട്രോളൊക്കെ ആ ഒരു പൊസിഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ മൊത്തത്തിൽ ഒരു പ്ലസന്റ് ഫീൽ നമുക്ക് ലഭിക്കും. ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഫീൽ ലഭിക്കും. ഇവിടെയും AC കൺട്രോൾസിന്റെ ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, സ്പോർട്സ് മോഡിലോട്ട് മാറ്റാനുള്ള ഫംഗ്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഇന്റീരിയറിൽ പറയാനുള്ളത്. ഇവിടെയാണ് ഇതിന്റെ ഡ്രൈവ് സെലക്ടർ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ ഇവിടെ കാണാം. 2 ഗ്ലാസ്സേ താത്താൻ പറ്റുള്ളതുകൊണ്ട് തന്നെ 2 പവർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. റൂഫിലാണ് ഇതിന്റെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വാഹനത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഒരു LED ക്യാബിൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. രാത്രിയൊക്കെ നല്ല വെട്ടമാണ്. ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. കോർണർ ഗ്ലാസ് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിന്റെ മെയിൻ ഒരു നെഗറ്റീവ്, സീറ്റ് ബെൽറ്റ് എടുക്കാൻ വലിയ പാടാണ്. ആ പുറകിലിരിക്കുന്ന ആളോട് പറയണം ഒരു സീറ്റ് ബെൽറ്റിങ് എടുത്തേ എന്ന് പറയണം. അത്രയും കയ്യെത്താൻ ദൂരത്താണ് സീറ്റ് ബെൽറ്റ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും പരിപാടിയാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. എന്തായാലും നമുക്ക് ഡ്രൈവിലോട്ട് കിടക്കാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫുൾ ഓപ്ഷനിൽ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ്. ഇത് കൈകൊണ്ട് തന്നെ വലിച്ചിടണം. ഡ്രൈവിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ തട്ടി നമുക്ക് വാഹനം ഒന്ന് എടുത്ത് നോക്കാം. ഇലക്ട്രിക് വാഹനം വലിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇനി വേണ്ട. എക്കോ മോഡിലാണ് ഈ ഒരു പെർഫോമൻസ്. നോർമൽ, സ്പോർട്സ് നിങ്ങൾക്ക് സ്പീഡ് കയറുന്നതായിട്ട് കാണാം. ഏതൊരു വാഹനത്തിനും നിഷ്പ്രയാസം ഓവർടേക്ക് ചെയ്യാനുള്ള അത്രയും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടൊരു കാറാണ്. കണ്ട 0 to 80 നിസ്സാര സെക്കൻഡ് കൊണ്ട് വാഹനം അച്ചീവ് ചെയ്ത്. അതാണ് ഇവൻ്റെ ഒരു പെർഫോമൻസ്. പിന്നെ യാത്രാസുഖം ഇങ്ങനെ ഇത്രയും ഒരു ടോൾ ബോഡി ഡിസൈനുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കുടുക്ക കൂടുതലുണ്ട്. ടയർ സൈസ് ചെറുതായതുകൊണ്ട് ഏതൊരു കല്ലിലേക്ക് കയറിയാലും അകത്തോട്ട് നമുക്ക് ആ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ കയറിയിരുന്ന് ഓടിക്കുമ്പോൾ ഇത്രയും ചെറിയൊരു മൂട്ട വണ്ടിയാണ് ഓടിക്കുന്നതിനുള്ള യാതൊരു ഫീലിംഗും വരത്തില്ല. ഒരു ഇന്നോവ ക്രിസ്റ്റയൊക്കെ ഓടിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി തന്നെ ഇരുന്ന ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ലഭിക്കും. തൊട്ടടുത്തുകൂടി ചെറിയ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ഈ വണ്ടി മാറിയിട്ട് നല്ലോണം എടുക്കാൻ പാടില്ല എന്ന് തോന്നിപ്പോകും, ചെറിയ വണ്ടികളൊക്കെ പരിസരത്തുകൂടി പോകുമ്പോൾ. അപ്പം നമ്മൾ ഏതാണ്ട് വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലും നമ്മുടെ അടുത്തുകൂടി പോകുന്ന വണ്ടിയൊക്കെ ചെറുതായിട്ടൊരു ഫീലിങ്ങും നമുക്കകത്തിരിക്കുമ്പോൾ തോന്നും. പക്ഷെ ഇത് പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും ഇതിന് ഈ വണ്ടിയൊക്കെ ആരെങ്കിലും മേടിക്കുന്നത് ഇന്നത് സൈസ് എന്ന് തോന്നിപ്പോകും. പുറത്ത് നോക്കുമ്പോൾ ചെറുതും അകത്ത് കയറി ഓടിക്കുമ്പോൾ വലുതുമായിട്ട് തോന്നുന്ന ഒരേ ഒരു വണ്ടി എനിക്കറിയത്തുള്ളത് MG കോമറ്റ് ആണ്. അപ്പൊ ഇത് ഓടിക്കുമ്പോൾ എല്ലാവരുടെയും ഇമ്പ്രഷൻ അങ്ങ് മാറും. പുറത്തുനിന്ന് കാണുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഒന്ന് വണ്ടി അടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കറങ്ങിപ്പോറിനെ എടുത്തു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റിയറിംഗിന്റെ ഒക്കെ ഫീഡ്ബാക്ക് ആണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നല്ല സ്പീഡ് കയറുമ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടിപൊളിയാണ്. മൊത്തത്തിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഒരു 110 ടോർക്കും 41 VS പവർ ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു വാഹനത്തിനെയും വലിച്ച് ഓവർടേക്ക് ചെയ്യാൻ കരുത്തനായ ഒരു മോട്ടറാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു 17.4 kW ബാറ്ററിയാണ് വാഹനത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിന്റെ ഭാഗത്താണ് നമ്മുടെ ഡ്രൈവറിനെ കോ ഡ്രൈവറിന്റെ സീറ്റിന്റെ താഴെയായിട്ടാണ് ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫിൽ ഒരു 180 തൊട്ട് 200 കിലോമീറ്റർ വരെ റിയൽ ലൈഫിൽ നമുക്ക് റേഞ്ച് നിലവിൽ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ AC ഓഫ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ 1% 3 കിലോമീറ്റർ വരെ വാഹനം ഓടും. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഒറ്റ ചാർജിൽ 300 കിലോമീറ്റർ വരെ വിത്തൗട്ട് AC വണ്ടി ഓടും. വിത്ത് AC ഒരു 180 തൊട്ട് 200 കിലോമീറ്റർ വരെ ഒറ്റ ചാർജ്. നമ്മുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് നമ്മൾ സിറ്റിയിലൂടെ കറങ്ങാനാണെങ്കിൽ അത്യാവശ്യം ഇപ്പം ആലപ്പുഴ നിന്ന് എറണാകുളം പോയിട്ട് വരണം, ആലപ്പുഴ നിന്ന് കോട്ടയം പോയിട്ട് വരണമെങ്കിലൊക്കെ ഒരു 50 തൊട്ട് 100-150 കിലോമീറ്റർ വരെ നമ്മുടെ പ്രതിദിന ഓട്ടത്തിന് പറ്റിയ ഒരു റേഞ്ചും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി സിറ്റി ഡ്രൈവ് ഒക്കെ ഉള്ളെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ കുത്തിയിട്ടാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ വെളുപ്പിനെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡിയായി ഇറങ്ങുന്ന സമയത്ത് വണ്ടി ഫുൾ ചാർജായി കിടക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം സാധാരണ നമ്മളെങ്കിലും അധികം വലിയ ഓട്ടമൊന്നും ഇല്ലെങ്കിൽ ഒരു 75% ചാർജൊക്കെ രാത്രി ആകുമ്പോഴും മിച്ചം കാണും. ബാക്കി ഒരു 25% ചാർജ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊന്ന് കുത്തിയിടുക, ചാർജ് ചെയ്യുക, എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചാർജ് ചെയ്ത് പോകുന്നത്. നമ്മൾ അതിൻ്റെ വീട്ടിൽ അതിൻ്റെ ചാർജിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും. സ്ലോ ചാർജിങ് നിലവിൽ ഇപ്പോൾ ഈ ബേസ് മോഡലിനുള്ളത്. ഫുൾ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 3 മണിക്കൂർ എടുക്കും ഫാസ്റ്റ് ചാർജിങ്ങിലാണെങ്കിലും. അത് നമുക്ക് പുറത്തൊക്കെ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതും പുറത്ത് ചാർജ് ചെയ്യാം. അപ്പോൾ അതിൻ്റെതായ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലോങ് പോയി പെട്ടുപോയെന്നുള്ള അവസ്ഥ വരുമ്പോൾ മാത്രം നമുക്ക് ചാർജിങ് സ്റ്റേഷനെ ആശ്രയിച്ചാൽ മതി MG കോമറ്റുമായിട്ട് പോകും. ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നോക്കുമ്പോൾ ടിയാഗോയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ടെന്നാണ്. ഇതിന് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഒരിക്കലും MG ഇത് എല്ലായിടത്തും ക്ലെയിം ചെയ്തിരിക്കുന്ന ഒരു സിറ്റി കാറാണെന്നുള്ളതാണ്. ഒരു ഡാഷ്ബോർഡ് പോലും കൊടുത്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട യൂട്ടിലിറ്റി, ചെറിയ ഗ്രോസറീസും കാര്യങ്ങളും ഡോർ പാഡിൽ വിശാലമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ, ഫയൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തായിട്ട് ഒരു ഹുക്ക്, ഒരു 3 കിലോ വരെ ഭാരം താങ്ങാവുന്ന ഒരു കിറ്റ് തൂക്കിയിടാനുള്ള സോക്കറ്റ്, USB ചാർജിങ് സോക്കറ്റ്, Type-C ചാർജിങ് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ MG പറയാത്തതും നമ്മൾ കണ്ടുപിടിച്ചതായിട്ടുള്ളൊരു ഫീച്ചർ, ഇതിന്
കൂളിംഗ് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ആ എ സി വെന്റ്, നമ്മുടെ സൈഡ് എ സി വെന്റിൽ അവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും പെപ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിനറൽ വാട്ടറോ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൂളാകും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് MG എങ്ങും ക്ലെയിം ചെയ്തിട്ടില്ല. ശരിക്കും അത് എഫക്റ്റീവായിട്ട് നമ്മളൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കുന്ന അതേ കൂളിംഗ് എഫക്റ്റ് നമുക്ക് അതിന്റെ ഭാഗത്തുനിന്നായിട്ട് ലഭിക്കും. ചെറിയ ക്യാബിൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എ സി ഒക്കെ കൂളാവും. അതൊക്കെ രസമുണ്ട്, മൊത്തത്തിൽ കൊള്ളാം. ഇനി ഒരു ഹോൺ ഒരു രക്ഷയില്ല, വെറും തല്ലിപ്പൊളി ഹോണാണെന്നാണ് പറയേണ്ടത്. നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഹോൺ അടിക്കാൻ നമുക്ക് ഒരു മടിയാണ്. പക്ഷെ ആ മടി വിചാരിച്ചാലും അടിക്കാതിരിക്കില്ല, കാരണം ഈ വണ്ടി അടുത്തുകൂടി പോയപ്പോലും ആരും അറിയത്തില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് 1-2 ഹോൺ അടിച്ച് പിടിപ്പിച്ചേക്കണം. പിന്നെ ചെറിയ വണ്ടിയാണ്, വേണമെങ്കിൽ അവർക്ക് കോസ്റ്റ് കട്ടിങ് ചെയ്യാം. ഒരു ഒറ്റ വൈപ്പർ കൊടുത്താൽ മതി. പക്ഷെ 2 വൈപ്പറും കൊടുത്തിട്ടുണ്ട്. അതും കൂടിയ മോഡൽ വൈപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതുമൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് ഒട്ടും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഒരു കോസ്റ്റ് കട്ടിങ് നമുക്ക് എങ്ങും ഫീൽ ചെയ്യത്തില്ല. എല്ലായിടത്തും ഇച്ചിരി കോസ്റ്റ് കൂടിയെങ്കിലേ ഉള്ളൂ. വണ്ടിക്കും അതിൻ്റെതായ ഒരു വിലയും ആ ഒരു പ്രാധാന്യം, ആ ഒരു പ്രീമിയം ലക്ഷറി ഫീലൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് MG കോമറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴായാലും തോന്നും. പിന്നെ ഒരു സിംഗിൾ പെഡൽ ഡ്രൈവിനും പറ്റിയൊരു വണ്ടിയാണ്. റീജിയൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിന് അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയാണിത്. അതും കൊള്ളാം. ഇലക്ട്രിക് വണ്ടി പറയേണ്ട കാര്യമില്ലല്ലോ, ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ വളരെ എഫേർട്ട്ലെസ് ആണ്, വളരെ കൺവീനിയന്റ് ആണ്, വളരെ പ്രാക്ടിക്കൽ ആണെന്നാണ് MG കോമറ്റ് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം. ഇത്രയൊക്കെ ഉള്ളു ഇവന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കി ഈ ഒരു ബോഡി റോളും കുറക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പും കൂടി ഉണ്ടെങ്കിൽ കംഫർട്ട് എന്നുള്ള വാക്ക് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം അത് പറയാൻ സാധിക്കത്തില്ല. ചെറിയൊരു കംഫർട്ട് കുറവുണ്ട് എങ്കിലും ഇത്രത്തോളം 1 കിലോമീറ്ററോളം ഒരു പോലും ചിലവില്ലെന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് കംഫർട്ട് കുറഞ്ഞാലും സാരമില്ല, സഹിച്ചോളാം. ഓടിക്കുന്ന ഇതുപോലെ വെറുതെ കറങ്ങി അടിച്ച് നടക്കാം എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ലാവിഷായിട്ട് വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ധൈര്യമായിട്ട് എടുക്കാം. ഓട്ടം കുറവുള്ളവർ MG കോമറ്റ് എടുത്തിട്ട് അല്ല ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് ഒരു കാര്യമില്ല. ഓട്ടം ഉള്ളവർ മാത്രം എടുക്കുക. നമ്മളവിടെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു ചെറിയൊരു വിഷ്വലും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ 3000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും അടി തട്ടിയിട്ടില്ല. അതിന് കാരണം എന്താ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, ചെറിയ ടയർ സൈസ് ആണെന്നുള്ളൊരു പോരായ്മയേ ഉള്ളൂ. ആ ഒരു കുടുക്കമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അടി തട്ടത്തില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഒരു ടോൾ ബോയ് ഡിസൈൻ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു മോഡലാണ് MG കോമറ്റ്. ഇതിലുള്ള മറ്റൊരു പ്രാക്ടിക്കാലിറ്റി, ഇപ്പൊ നമുക്ക് ഇവിടെ ഡോർ തുറക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. നമുക്ക് ഇപ്പറേ കൂടി ഒന്ന് ഇറങ്ങണം കോ ഡ്രൈവർ വഴി. സെൻട്രൽ ടണലോ അവിടെ ഇവിടെ വേറെ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ടൊരു കാലെടുത്ത് ഇങ്ങ് വെച്ച് ഇതിലേ ഇറങ്ങി ഇങ്ങ് പോരാം. നടന്നിറങ്ങാം, നടന്നു കയറാം. ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ളൊരു വാഹനം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ MG കോമറ്റിന്റെ ഒരു ഡീറ്റെയിൽ ഇൻഡെപ്ത് റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. നമ്മളിതിന്റെ റേഞ്ച് ടെസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ അതെല്ലാം നമ്മൾ വിശദീകരിച്ച് ഷോർട്ട് വീഡിയോ, ഫുൾ വീഡിയോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് നിങ്ങളുടെ മുമ്പ് എത്തിക്കാം. കാരണം നമ്മുടെ കയ്യിൽ ഈ വാഹനം എന്നും എപ്പോഴും കാണും. അത് മാത്രമല്ല, ഇനി ഇതിന്റെ ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ റീസെയിൽ വാല്യൂ കാണുക എന്നുള്ളതാണ്. നമ്മൾ മെയിൻലി ഉദ്ദേശിച്ചത് എടുത്ത് ഓടിച്ച് മുതലാക്കാം എന്നുള്ളതാണ്. 8 വർഷം വാറണ്ടി ഉണ്ട്. 8 വർഷം അല്ല 1,20,000 കിലോമീറ്റർ. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ വാഹനം ഡിസ്പോസ് ചെയ്താലും നമുക്ക് ലാഭമാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ അത്യാവശ്യം റീസെയിൽ വാല്യൂ ആയി വരുന്ന ടൈമിൽ നമുക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മറ്റൊരു പെട്രോൾ വണ്ടി നമുക്ക് നിലവിൽ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് വേണം. അത് മാറി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിരവധി പ്ലാൻസ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.